ഹലോ, നമസ്കാരം. ഇത് മുരടിച്ച് നിൽക്കുന്ന എൻ്റെ മുളക് ചെടിയാണ്. ഇത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ഒട്ടും തന്നെ കായ്കളൊന്നുമില്ല. അതെന്തുകൊണ്ടാ? ഇതിൽ പൂവൊന്നും പിടിക്കുന്നില്ല. പൂവൊക്കെ ഇതുപോലെ വാടിപ്പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ പൂക്കൊഴിച്ചൽ മാറി ചെടി റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ ചെയ്ത സൂത്രപ്പണിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് പുളിച്ച കഞ്ഞിൻ്റെ വെള്ളമാണ്. ഇത് ഞാൻ എടുത്തു വെച്ചിട്ട് ഒരു 4 ദിവസമായിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, കഞ്ഞി വെള്ളത്തിന് ഉപ്പിടാൻ പാടില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 ലിറ്ററിൻ്റെ ഒരു കുപ്പിയാണ്. ഈ കുപ്പിയിലോട്ട് കഞ്ഞിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, ഫോൺ ഞാൻ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫിഷ് അമിനോ ആസിഡാണ്. ഇത് ചെടികൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് 3 തൊട്ട് 5 മില്ലി വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ മൂടിയിൽ തന്നെ ഒരു 3 മില്ലിയോളം അളന്നെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കഞ്ഞിവെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ കുപ്പി നന്നായിട്ട് മൂടിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. കഞ്ഞിവെള്ളവും ആ ഫിഷ് അമിനോയും കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെടിയിൽ നന്നായിട്ട് തളിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് കുളിപ്പിക്കുന്ന രീതിയിൽ തളിച്ചു കൊടുക്കുക. ഇത് ആഴ്ചയിലൊരു 3 പ്രാവശ്യം നമ്മൾ ചെയ്തു കൊടുക്കണം. ഒരു കുപ്പി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് 2-3 വട്ടം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് തളിച്ചു കൊടുക്കാം. ഇത് തളിച്ചതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്താട്ടോ. അപ്പോൾ നന്നായിട്ട് തളിച്ചു കൊടുക്കുക. ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും ചെയ്തു കൊടുക്കണേ. അപ്പോൾ ഞാൻ നന്നായി തളിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം 1 മാസമായിട്ട് ഞാൻ തളിച്ചു കൊടുത്തതിന് ശേഷമുള്ള ചെടിയാണ് നിങ്ങളീ കാണുന്നത്. കണ്ടോ, ഇതിലിപ്പോൾ കായ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം പൂക്കളും കായകളൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂട്ടത്തിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. കാരണം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കൂടി കാണാൻ പറ്റുന്നതായിരിക്കും. പച്ചക്കറി കൃഷി, പഴച്ചെടികൾ, ഫ്ലവർ ചെടികൾ എന്നിവയെക്കുറിച്ചുള്ള വീഡിയോകളാണ് എൻ്റെ ചാനലിൽ ഉണ്ടാവുന്നത്. അപ്പോൾ മറക്കാതെ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.